തൊണ്ടി മുതൽ തിരിമർ കേസിലെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ഹർജിയിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതിയുടെ നോട്ടീസ് ഒരാഴ്ചയ്ക്ക് മറുപടി നൽകാനാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, ആ കേസിൽ അതിവേഗം ഒരു തീരുമാനം ഉണ്ടാവേണ്ടത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ആവശ്യം കൂടിയാണ്. ഹാഷ്മി, അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളിയതിന് തൊട്ട് പിന്നാലെ, അതായത് ഏകദേശം ഒരു 3 ദിവസത്തിന് പിന്നാലെ തന്നെ ആന്റണി രാജു ഹൈക്കോടതിയിൽ അപ്പീലുമായി എത്തിയത്. ഇന്ന് ആ അപ്പീല് അതിന്മേൽ ഇൻസ്ട്രക്ഷന് പോയിരിക്കുകയാണ്. പ്രോസിക്യൂഷനോട് നിലപാട് തേടിയിരിക്കുന്നു. ശിക്ഷ മരവിപ്പിക്കണം, അതിനുശേഷം അതിന്മേൽ വാദം നടത്തണം, അതിനുശേഷം ശിക്ഷ റദ്ദ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകണം. ഇതെല്ലാമാണ് ആന്റണി രാജുവിന്റെ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതിന്റെ പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷനോട് ഈ വിഷയത്തിൽ മറുപടി തേടിയിരിക്കുന്നത്. ഒരാഴ്ചകം അകം തന്നെ മറുപടി നൽകാൻ പ്രോസിക്യൂഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി ആയിരിക്കും ആന്റണി രാജു നൽകിയ അപ്പീൽ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. ആശ്മി, ഓക്കെ. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയ കാര്യം. അവിടെ സീറ്റ് ആർക്ക് കൊടുക്കും? ആന്റണി രാജു വീണ്ടും മത്സരിക്കാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല. അപ്പോൾ കോടതിയിൽ നിന്ന് വളരെ പെട്ടെന്ന് മരവിപ്പിച്ചോ അല്ലെങ്കിൽ റദ്ദാക്കിയോ ഒക്കെ ഉള്ള തീരുമാനം വന്നാൽ മാത്രമേ അക്കാര്യം ആന്റണി രാജുവിന് ആലോചിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആ വ്യവഹാരം മുന്നോട്ട് പോകണമെന്ന് ആന്റണി രാജുവിൻ്റെ ആവശ്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ടിക്കറ്റ് നിരക്ക്, ഈ വരാൻ പോകുന്ന അതിവേഗ പാതയുടെ ടിക്കറ്റ് നിരക്ക് ട്രിവാൻഡ്രം എറണാകുളം 440 രൂപ, ട്രിവാൻഡ്രം കാലിക്കറ്റ് 640 രൂപ, ട്രിവാൻഡ്രം കണ്ണൂർ 780 രൂപ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ശരാശരി ഒരു ദിവസത്തെ സർവീസ് 5 ലക്ഷം യാത്രക്കാരുണ്ടാകുമെന്ന് പറയുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ. പദ്ധതി ചെലവ് നേരത്തെ പറഞ്ഞതിന് കുറവ് മതി, 56,000 കോടി രൂപയ്ക്ക് പദ്ധതി പൂർത്തിയാക്കാം എന്നൊക്കെ ഈ ശ്രീധരൻ പറയുകയാണ്. അങ്ങനെ അതിന് ടിക്കറ്റ് നിരക്ക് വരെ ഈ ശ്രീധരൻ നിശ്ചയിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനെവിടെയാണ് കേന്ദ്രാനുമതി, ഇതെവിടെയാണ് പേപ്പർ വർക്ക്, ഇതിലെവിടെയാണ് ഇതിൻ്റെ ബാക്കി അടിയന്തരമായും മസ്റ്റായും ഉണ്ടാകേണ്ട ചില പേപ്പറുകൾ എന്ന കാര്യത്തിന് ഇല്ല എന്നാണ് മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.